തരാന്ന് പറഞ്ഞ കാശിന്റെ കാര്യം എന്തേ? ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? ഇവിടെയായിട്ട് സ്ത്രീധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയിട്ടുണ്ട്. അത് ലോൺ പാസ്സാവാറായിട്ടുണ്ട്. അതായത് നമുക്ക് ചെയ്യാം, കൊടുക്കാതെ. എന്നാ അച്ഛനോട് ഒന്ന് ഏട്ടനോടും സംസാരിക്കുമോ? ഓ, അതിന്റെ കാര്യമില്ല മോളെ തന്നെ സംസാരിച്ചാൽ മതി. ശരി അച്ഛാ. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തേ? എത്രയും പെട്ടെന്ന് കാശ് ഇവിടെ എത്തിക്കണം കേട്ടല്ല. ഹലോ, അച്ഛാ, എന്താ മോളെ? ഏട്ടൻ എന്നെ തല്ലി. എങ്ങനെയല്ല കാശ് കൊണ്ട് കൊടുക്കാനാ പറയാ. അച്ഛനിവിടെ ഒന്ന് സംസാരിക്കുമോ? അതിന് സമയമായില്ല മോളെ കാര്യം ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കുഞ്ഞായി കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഹലോ 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 മോള് കരയാണോ? അച്ഛാ, അച്ഛൻ എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കാ അച്ഛാ. എനിക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും തരുന്നില്ല അച്ഛാ. അച്ഛനൊന്നും എന്നെ കൊണ്ടുപോകും പ്ലീസ് അച്ഛാ. മോളെ ഇപ്പൊ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട നാട്ടുകാരെന്ത് പറയും? പ്ലീസ് അച്ഛാ. മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോളെ. ഹലോ, ഇത് കാലടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. എന്താ സാറേ? അവന്തികയുടെ അച്ഛനാണോ സംസാരിക്കുന്നത്? അതെ. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. സർ, അവന്തികയ്ക്ക് എന്താണ് സംഭവിച്ചത്? ശ്രീധരത്തിന്റെ വീട്ടില് അവളെ പട്ടിണിക്ക് ഇട്ട് തല്ലി കൊന്നു. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? എല്ലാം അറിയായിരുന്നു. എല്ലാ ദിവസവും എന്നെ വിളിക്കും. അവൾ എല്ലാം എന്നോട് പറയായിരുന്നു. എന്താ നിങ്ങൾക്ക് ആ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല? അങ്ങനെ ചെയ്താൽ എൻ്റെ കുടുംബത്തിന്റെ അഭിമാനം തകർന്നു പോവില്ലേ?